സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഞാനിത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്നെങ്ങനെ ആൾക്കാരോട് നമുക്ക് പറയാൻ പറ്റുമെന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും നമുക്കുണ്ടാകുന്നൊരു സാഹചര്യമാണ്, നമുക്കറിയാതെ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റി, നമ്മളെന്തെങ്കിലും താഴെ വീണ് പൊട്ടി, അപ്പോഴൊക്കെ നമുക്ക് എന്നാ പറയാൻ പറ്റും, അയ്യോ ഇത് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അവിടെ ക്ഷമിക്കണേ എന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പോൾ അതാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പോഴേ ഇത് നിങ്ങൾ ഈ ചാപ്റ്റർ കാണുന്നതിൻ്റെ ഇടയ്ക്ക് എപ്പോഴും നിങ്ങൾക്ക് തോന്നും ഇത് കൊള്ളാം എന്ന് തോന്നുവാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക, അതല്ലെങ്കിൽ ഒരു ഡിസ്ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം, ഇത് അറിഞ്ഞുകൊണ്ടാണ് എന്നെങ്ങനെ പറയാൻ പറ്റുമെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അതാണ് ഓൺ പർപ്പസ് എന്നാണ് കൂടുതലായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നത്. ഓൺ പർപ്പസ് എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം, അറിഞ്ഞുകൊണ്ട് എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം. ഓക്കെ, മറ്റൊരു വാക്ക് ഇൻറ്റൻഷനലി എന്നുള്ളൊരു വാക്കുണ്ട്. ഇനി ഒരുപാട് വാക്കുകളുണ്ട് ഇതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നത്, പക്ഷെ നമ്മളിന്ന് ഫോക്കസ് ചെയ്യുന്ന ഓൺ പർപ്പസ് എന്നുള്ള ആ വാക്കാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അറിഞ്ഞുകൊണ്ട്, മനഃപൂർവ്വം എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം. ഓക്കെ, ഒരു ഉദാഹരണം നോക്കാം. ഹീ ത്രൂ മൈ മൊബൈൽ ഫോൺ ഓൺ പർപ്പസ്. ഓക്കെ, അപ്പോൾ എൻ്റെ മൊബൈൽ ഫോണ്, ഞാനുമായിട്ട് കുറച്ച് ശത്രുതയുള്ള ഒരാളായിരുന്നു, അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, എൻ്റെ മൊബൈൽ ഫോൺ എടുത്ത് വലിച്ചെറിഞ്ഞു. എന്നിട്ട് അപ്പോൾ ഞാൻ പറയാണ് ഹീ ത്രൂ മൈ മൊബൈൽ ഫോൺ, ത്രോയുടെ പാസ്റ്റ് ടെൻസ് ആണ് അല്ലേ. ഹീ ത്രൂ മൈ മൊബൈൽ ഫോൺ ഓൺ പർപ്പസ്. ഓക്കെ, അവൻ അറിഞ്ഞുകൊണ്ടാണ് അത് ചെയ്തതെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു സുഹൃത്ത് എൻ്റെ ഒരു കണ്ണാടി താഴെയിട്ട് പൊട്ടിച്ചു. അപ്പോൾ ഞാൻ എന്നോട് പറയാണ് ഐ നോ യു ഡിഡ്ന്റ് ബ്രേക്ക് ദിസ് മിറർ ഓൺ പർപ്പസ്. ഓക്കെ, എന്താണ്? എനിക്കറിയാം നീ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്നുള്ളത് അല്ലേ. നീ ഇത് പിന്നെ കണ്ണാടി പൊട്ടിച്ചത് അറിഞ്ഞുകൊണ്ടല്ല എന്ന് എനിക്കറിയാം. ബട്ട് പ്ലീസ് ബി വെരി കെയർഫുൾ. ഓക്കെ, എന്താണ്? തീർച്ചയായിട്ടും നീ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനിയിപ്പോഴെന്താണ്? അപ്പോൾ നമുക്ക് മനസ്സിലായി ഡിഡ്ന്റ് ഡു ഇറ്റ് ഓൺ പർപ്പസ് എന്നുള്ളതാണ് അറിയാതെ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ്. ഡിഡ്ന്റ് ഡു ഇറ്റ് ഓൺ പർപ്പസ്. ഓക്കെ, ഓൺ പർപ്പസ് എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട്, ഡിഡ്ന്റ് ഡു ഇറ്റ് ഓൺ പർപ്പസ് എന്ന് പറഞ്ഞാൽ അറിയാതെ എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, ശ്രദ്ധിക്കാം. ഐ ഡിഡ്ന്റ് ഡു ഇറ്റ് ഓൺ പർപ്പസ്, ഐ എം സോറി. ഓക്കെ, എന്താണ്? അപ്പോൾ കണ്ണാടി താഴെ വീണ് പൊട്ടിയപ്പോൾ എൻ്റെ സുഹൃത്ത് എന്താണ് പറയുന്നത്? ഐ ഡിഡ്ന്റ് ഡു ഇറ്റ് ഓൺ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ അറിഞ്ഞുകൊണ്ട് താഴെയിട്ട് പൊട്ടിച്ചതല്ല, ഐ എം സോറി. ഓക്കെ, എന്നോട് ക്ഷമിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, വി ഡിഡ്ന്റ് ഡു ഇറ്റ് ഓൺ പർപ്പസ്, ദാറ്റ് വാസ് ആൻ ആക്സിഡൻറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ്? എൻ്റെ കുറേ സുഹൃത്തുക്കൾ കൂടി എൻ്റെ ഒരു കാർ അങ്ങ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അതിൻ്റെ ചില്ലൊക്കെ പൊട്ടിച്ചുകൊണ്ട് വന്നിട്ട് അവർ പറയാണ് വി ഡിഡ്ന്റ് ഡു ഇറ്റ് ഓൺ പർപ്പസ്. ഓക്കെ, ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് എന്താണ് സ്പീഡ് റേസ് നടത്തി ഒന്നും അതിനെ പോയി ഇടിച്ചതൊന്നും അല്ല മരത്തിനിട്ട്, ഒരു ആക്സിഡൻ്റ് ആയിരുന്നു. ദാറ്റ് വാസ് ആൻ ആക്സിഡൻറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഓൾ റൈറ്റ്. ഐ ഡിഡ്ന്റ് ഡു ഇറ്റ് ഓൺ പർപ്പസ്, ഇറ്റ് ജസ്റ്റ് ഹാപ്പൻഡ്. ഓക്കെ, എന്താണ്? ഞാൻ മനഃപൂർവ്വം ചെയ്തില്ല, അതങ്ങനെ പറ്റിപ്പോയി എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, ഇറ്റ് ജസ്റ്റ് ഹാപ്പൻഡ്. ഓക്കെ, ഐ എം റിയലി സോറി അബൌട്ട് ദാറ്റ്. ഓക്കെ, എന്താണ്? ക്ഷമിക്കണം, എനിക്ക് അതിനകത്ത് മനസ്താപമുണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അല്ലെങ്കിൽ ഹാപ്പൻഡ് ആക്സിഡൻ്റലി എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. ഓക്കെ, അപ്പോഴാണ് നിങ്ങൾക്ക് എൻ്റെ ഈ ചാപ്റ്റർ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതാൻ. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.